5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടാണ് ഈ അസുഖം കേരള പോലീസിലും കേരളത്തിലും തുടങ്ങിയത്. ഇത് മുളയിലെ നുള്ളിക്കളയേണ്ട ഒരു വിഷയമാണ്. 6 പേരാണ് DGP ലിസ്റ്റിലുണ്ടായത്. സാധാരണ അങ്ങനെയാണ്, 5-6 പേരുടെ പേര് കൊടുക്കും. അതിൽ നിന്ന് UPSC ഒരു 3 പേരുടെ പേര് തിരഞ്ഞെടുക്കും. ആ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ഒരു സെലക്ഷൻ ലിസ്റ്റ് വെച്ച് കേരള സർക്കാരിൻ്റെ കൂടി തീരുമാനമൊക്കെ വെച്ചുകൊണ്ട് ഒരാളെ പോസ്റ്റ് ചെയ്യും. പക്ഷേ ഇപ്പോൾ വളരെ ഒരു നാലാംകിട എന്താ പറയുക, ഞാൻ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല, ഏതെങ്കിലുമൊക്കെ നാലാംകിട സ്ഥലങ്ങളിൽ നടക്കുന്ന പോലുള്ള കേസ്, മനോജ് എബ്രഹാമിനെതിരെ കേസ്, അത് കൊടുപ്പിച്ചത് ജാതി, അതിനകത്ത് ജാതി പറയുന്നു, ബന്ധക്കോസിൻ്റെ കഥ പറയുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അതിനകത്ത് മുന്നിൽ അത് കൊടുത്തതിൻ്റെ പിന്നിൽ DGP ആവാൻ സാധ്യതയുള്ള മറ്റൊരാളാണെന്ന് പറയുന്നു. എത്ര പരിതാപകരവും മോശമാണ്. ഒരു സീനിയാരിറ്റി ഉണ്ടല്ലോ, ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, രണ്ടും കൂടെ വെച്ചിട്ടല്ലേ ഇവർ വരുന്നത്. ഒന്ന് വർഷം കൊണ്ട് സീനിയാരിറ്റി, 2 പെർഫോമൻസ്, അവരുടെ ട്രാക്ക് റെക്കോർഡ്, ഇത് രണ്ടും നോക്കിയാണല്ലോ DGP. അതിന് എനിക്ക് UPSCയോടും കേരള സർക്കാരിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊരു സ്റ്റാൻഡേർഡ് നോംസ് ഉണ്ടാക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് ഒരു AI യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലാണ്. ഇതുപോലെ തെരുവിലലക്കി, കോടതിയിലലക്കി, അങ്ങനെ ചേരിപ്പോരിൻ്റെ ഭാഗമായി ആരെങ്കിലും DGP ആയാലും മറ്റുള്ളവർ ഇതിനൊക്കെ വെള്ളം വെച്ച് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ മൗനാനുവാദം കൊടുക്കുന്ന മറ്റുള്ളവരും ഉണ്ടല്ലോ, അവരും എല്ലാം കൂടി ഇരുന്നൊരു സിസ്റ്റം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഈ രാജ്യത്തെ ജനങ്ങൾ ആര് DGP ആവണം എന്നതിനല്ല ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസവും ജനങ്ങളുടെ ഇഷ്ടവും. അതാരും ആവട്ടെ, ഏറ്റവും കഴിവുള്ളവർ, സത്യസന്ധരായിട്ടുള്ളവർ, സീനിയാരിറ്റി ഉള്ളവരാകട്ടെ. എന്തായാലും 6 പേർ. MR അജിത് കുമാർ, അദ്ദേഹം 6ാമനാണ് എന്ന് കേൾക്കുന്നു. MR അജിത് കുമാറുണ്ട്, നിതിൻ അഗർവാളുണ്ട്, റവാഡ ചന്ദ്രശേഖരനുണ്ട്, മനോജ് എബ്രഹാമുണ്ട്, സുരേഷ് പൊർച്ചിത്തുണ്ട്, യോഗേഷ് ഗുപ്തയുണ്ട്. അതിൽ 2 പേർ ഇപ്പോൾ രഹാത് ചന്ദ്രശേഖർ ഡെപ്യൂട്ടേഷനിലാണ്, IB-യിലാണ്, ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഫോഴ്സിലാണ് സുരേഷ് രാജ് പുർജിത്ത്. അപ്പോൾ 2 പേര് ഡെപ്യൂട്ടേഷനിലാണ്, 4 പേര് അല്ലാതെയുണ്ട്. ഇതിൽ നിന്നാണ് 3 പേരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ എനിക്ക് ഈ സർക്കാരുകളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇങ്ങനെ തെരുവിലലക്കി, കോടതിയിലലക്കി തീരുമാനിക്കപ്പെടേണ്ടതല്ല DGP പോസ്റ്റ്, പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ. അത് തീർച്ചയായും ഇതിന് സമാനമായി ഇപ്പോൾ ഡോക്ടർ ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയിട്ട് വീണ്ടും തദ്ദേശ സ്വയംഭരണ കമ്മീഷനിൽ നിന്ന് മാറി സർക്കാർ അങ്ങോട്ട് വാശിയുടെ പുറത്തൊക്കെ അങ്ങോട്ട് കൊണ്ട് വച്ചു. ചീഫ് സെക്രട്ടറിയൊക്കെ വല്ലാതെ വഴക്ക് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ തീരുമാനം തെറ്റായി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഡോക്ടർ ബി അശോകിനെ കാർഷിക സർവകലാശാലയുടെ VC-ആയും കൃഷി വകുപ്പ് സെക്രട്ടറി ആയിട്ടൊക്കെ തുടരാൻ പറഞ്ഞിരിക്കുകയാണ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടൊക്കെ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? IAS-കാരുടെ അല്ലെങ്കിൽ IPS-കാരുടെ ഈ ചേരിപ്പോര് മതിയാക്കി നിങ്ങളുടെ ഈഗോയും കോംപ്ലക്സുകളെല്ലാം മാറ്റിവെച്ച് ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ. എത്രയോ മഹാരഥന്മാരായ IAS-കാരും IPS-കാരും ഒക്കെ ഇരുന്നിട്ടുള്ള DGP-മാരും ചീഫ് സെക്രട്ടറിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഒക്കെ ഇരുന്നിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾ അതിനെ ഒരുതാരി കുരങ്ങൻ്റെ മയിൽ പൂമാല കിട്ടുന്നത് പോലെ തമ്മിലൊടച്ച് തച്ചുടച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ അപഹാസ്യതരാകരുത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവർ കുതികാൽ വെട്ടുകയും പരസ്പരം വേല വയ്ക്കുകയൊക്കെ ചെയ്ത് കയറിപ്പോകാം. പക്ഷേ ബ്യൂറോക്രസിയിൽ എന്തിനാണത് ചെയ്യുന്നത്? ഓരോരുത്തർക്കും മെരിറ്റുണ്ട്, മെരിറ്റിലാണ് പലരും വരുന്നത്. ചിലരൊക്കെ റിസർവേഷനുണ്ട്, അത് ഒരു തരം മെരിറ്റാണല്ലോ. അങ്ങനെ വരുന്നു, നിങ്ങൾക്ക് പെർഫോമൻസ് ഉണ്ട്, നിങ്ങൾക്കൊരു കരിയർ ട്രാക്കുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ. അതിന് പരസ്പരം പാരവയ്ക്കുകയും ബിനാമികളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും പിന്നെ വിവരാവകാശ കമ്മീഷൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കുറിച്ചുള്ള വിവരങ്ങളെടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുതരം ചീത്ത പരിപാടികൾ, ഒരുതരം ചീറ്റിംഗ് പരിപാടികൾ ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. DGP ഏറ്റവും സെലക്ഷൻ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് DGP-യുടെ കാര്യത്തിലും ഇത്തരം കാര്യത്തിൽ വരട്ടെ. അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇലക്ഷൻ കമ്മീഷണർ TN ശേഷൻ ഇവിടെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു പോയ മനുഷ്യനാണ്. അതുപോലെ ഒത്തിരി ആളുകളുണ്ട് ഇവിടെ IAS-കാരായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും IAS IPS കേഡറുകളിൽ ഏറ്റവും മിടുക്കരായ കുറേ ആളുകൾ വരുന്നത് ഒരു കേഡറാണ്. ആ കേഡറിനെ ഇങ്ങനെ തെരുവിലിട്ട് അലക്കുന്നത് ആർക്കും ഭൂഷണമല്ല. ഇത് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു.